കണ്ണമാലിൽ കടൽക്ഷോഭം നേരിട്ട പ്രദേശങ്ങൾ സന്ദർശിച്ച മുഹമ്മദ് ഷിയാസ് MLA. കഴിഞ്ഞ ദിവസം ശക്തമായ കടലാക്രമണം നേരിട്ട ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലിയിൽ കടലേറ്റത്തിന് നേരിയ ശമനമുണ്ടായി. ഇപ്പോൾ നേരിയ തോതിൽ മാത്രമാണ് കടൽക്കയറ്റം അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമുണ്ടായ കടലാക്രമണത്തിൽ വീടുകളിൽ കയറിയ മണ്ണും ചെളിയും ഉൾപ്പെടെ നീക്കം ചെയ്ത ജോലികളിലായിരുന്നു പ്രദേശവാസികൾ. 6-ാം തീയതി വരെ കടലേറ്റമുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കടലാക്രമണത്തിൽ തകർന്ന ജിയോ ബാഗുകൾ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. മുഹമ്മദ് ഷിയാസ് MLAയുടെ നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. കടൽക്ഷോഭം നേരിട്ട പ്രദേശങ്ങളിൽ മുഹമ്മദ് ഷിയാസ് MLA എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കഴിഞ്ഞ ദിവസങ്ങളിലായി MLA പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. പഞ്ചായത്തിലെ 5, 6, 7, 8 വാർഡുകളിലാണ് കഴിഞ്ഞ ദിവസം കടൽക്കയറ്റം രൂക്ഷമായി അനുഭവപ്പെട്ടത്. ഈ പ്രദേശങ്ങളിൽ കടലിനെ പ്രതിരോധിക്കാൻ മുൻകൂട്ടി തന്നെ വെള്ളം പോകുന്നതിന് വാടകൾ നിർമ്മിക്കുകയും ജിയോ ബാഗുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. രൂക്ഷമായ കടൽക്കയറ്റത്തിൽ ജിയോ ബാഗുകൾ തകരുകയായിരുന്നെന്ന് MLA പറഞ്ഞു. പ്രദേശങ്ങളിൽ തകർന്ന ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്ന ജോലി തുടങ്ങിയതായി MLA വ്യക്തമാക്കി. മണൽവാട തകർന്ന ഇടങ്ങളിലും അവ പുനഃസ്ഥാപിക്കുമെന്നും MLA പറഞ്ഞു. കടൽക്കയറ്റം മൂലം ദുരിതത്തിലായ ജനങ്ങൾക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ദുരിതബാധിതരെ ചേർത്ത് നിർത്തുമെന്ന് മുഹമ്മദ് ഷിയാസ് MLA വ്യക്തമാക്കി. കൊച്ചി തഹസിൽദാർ നിഷാന്ത് മോഹൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, റവന്യൂ അധികൃതർ, ജനപ്രതിനിധികൾ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെല്ലാനം. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.